ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ വ്ളോഗിൻ്റെ ടൈറ്റിൽ സൈസ് അപ്പ് എന്നാണ് ഇട്ടേക്കുന്നത്. അതെന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ക്യൂരിയോസിറ്റി കാണും എന്ന് ഞാൻ കരുതുന്നു. സോ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് ഈസ്, വ്ളോഗ് മൊത്തം കണ്ടു നോക്കുക. അപ്പോൾ ഇല്ല മോൾ പാലൊക്കെ കുടിച്ച് റെഡിയാണ് എൻ്റെ കൂടെ വരാൻ. തലയിലിട്ടേക്കുന്ന ബോ കണ്ടോ നിങ്ങൾ? ചിച്ചു കഴിക്കാതെ പോയി. ചിച്ചു കോമഡി എന്താണെന്ന് വെച്ചാൽ ആക്രാന്തം കൊണ്ട് ഫുഡ് കഴിച്ച് ഉടുപ്പ് ഒരു അഴുക്കായി കപ്പയും മീകറിയും ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ കുറച്ച് റെഡി ആയിട്ടുണ്ട്. മുടിയൊക്കെ ഒന്ന് സെറ്റായി വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ യോജിയാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന ഔട്ട്ഫിറ്റ് ഡ്രസ്സ് റേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഔട്ട്ഫിറ്റ് നമ്പർ 1. ഓക്കേ. എത്ര പോയിട്ടോ കണ്ണടയ്ക്കാം. ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ മദേഴ്സ് ഡേ ആണ്. ഞാൻ എന്താ ഉറക്കം എണീച്ചിട്ടേ ഉള്ളൂ. സോ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം മദേഴ്സ് ഡേ ആയിട്ട്? ഫസ്റ്റ്, എനിക്ക് ഇപ്പോൾ മോക്ക് 17 ദിവസമായി. എൻ്റെ 17 കിലോ ആണ് കുറഞ്ഞത്. അപ്പോൾ ഇടാൻ ഡ്രസ്സൊന്നുമില്ല. അപ്പോൾ ഇന്ന് പോയി കുറച്ച് ഡ്രസ്സ് മേടിച്ചാലോ, നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. സോ ആയിനോ കുറേ പേർക്ക് പ്രഗ്നൻസിക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ പണ്ടത്തെ ഡ്രസ്സ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം, ഇടാൻ കഴിയത്തില്ലായിരിക്കാം. ഇപ്പം ഞാൻ പ്രഗ്നൻസി ടൈമുള്ള ഒരു പാൻറ് ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ ഇടാൻ തുണിയില്ലാത്ത ഞാൻ ഉള്ള എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ബട്ട് ഇത് പ്രഗ്നൻസിക്ക് മുമ്പേ ഉള്ള, അതായത് പ്രഗ്നൻസി ടൈമിലുള്ള ഡ്രസ്സാണ്. സോ ഇതെന്തായാലും ഇനി എനിക്ക് അറിയത്തില്ല. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമുക്ക് എന്തായാലും കയറാത്ത സാധനങ്ങൾ കുത്തി കയറ്റാൻ പറ്റത്തില്ല, ലൂസായ സാധനം ഇട്ടുകൊണ്ട് നടക്കാനും പറ്റത്തില്ല. സോ വി ഷുഡ് ജസ്റ്റ് ഗെറ്റ് ന്യൂ ക്ലോത്ത്സ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഒരു കൊച്ചിനെ തന്നെ നമ്മളൊരു ജീവൻ ഉണ്ടാക്കി ആ കൊച്ചിനെ പ്രസവിച്ച്, അപ്പോൾ നമ്മുടെ ബോഡിക്ക് നമ്മൾ കുറച്ച് എന്താ പറയുക, നമ്മൾ അതിന് കുറച്ച് ഗ്രേസ് കൊടുക്കണം, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് കാണും. എനിക്ക് പണ്ടത്തെ ഡ്രസ്സിൽ കയറാൻ പറ്റില്ല. ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും. നമ്മുടെ പണ്ടത്തെ ബോഡി അല്ല നമ്മുടെ പണ്ടത്തെ ബോഡി അല്ല ഇപ്പോഴും. ബിക്കോസ് ഒരു ഫുൾ കുഞ്ഞിനെ തന്നെ നമ്മൾ പ്രസവിക്കുകയാണ്. അത് നമ്മൾ ഒരു ലൈഫ് കൊണ്ടുവന്നു എന്നുള്ള ഇത് ഒരിക്കലും നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. സോ എന്തായാലും നമ്മുടെ ബോഡി ഹീൽ ചെയ്യാൻ നമ്മൾ എപ്പോഴും ടൈം കൊടുക്കണം. ചില പേർക്ക് പതുക്കെ വെയിറ്റ് കുറയുള്ളൂ, ചില പേർക്ക് സ്പീഡിന് കുറയാം. അപ്പം ഞാൻ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് ആവശ്യത്തിന് വെയിറ്റും കുറയുന്നുണ്ട്. ഞാൻ മോക്ക് പാലും കൊടുക്കുന്നുണ്ട്, പമ്പും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ലിയാനും ഉണ്ട്, എൻ്റെ മോനും ഉണ്ട്. അപ്പോൾ അവൻ്റെ കാര്യം നോക്കണം. മോള് അച്ഛൻ്റെ കൂടെയാ. ഞാനും അവൾ ഇന്ന് മദേഴ്സ് ഡേന് മുമ്പ് പോയി കുറച്ച് ഡ്രസ്സ് മേടിക്കാമെന്ന് കരുതി. വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്താലോ? അപ്പോൾ നമുക്ക് അവിടെ പോയി കുറച്ച്, എനിക്ക് ആകെ ജിമ്മിടാൻ പറ്റിയ ഒരു ലെഗിങ്സ് ഉണ്ട്. അത് മാത്രം ഇട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ 3-4 ഉടുപ്പാണെങ്കിൽ ഭയങ്കര ലൂസാണ്. പിന്നെ ചില ഉടുപ്പ് ചെസ്റ്റിൻ്റെ അവിടെ ടൈറ്റുമാണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഗെറ്റ് സം ക്ലോത്ത്. അങ്ങനെ കുറച്ച് ലിപ്സ്റ്റിക്കും കുറച്ച് കണ്ണും എഴുതിയിട്ടുണ്ട്. എൻ്റെ മുടി ഇച്ചിരി ഫസിയാണ്. ഞാൻ രാവിലെ തല ഒന്ന് കുളിച്ചായിരുന്നു. സോ ഒരു റൗണ്ട് അങ്ങ് കെട്ടി വെച്ചിട്ട് പോവാം. ഞാനും മോളാണ് പോകുന്നത്. കുറേ നാൾക്ക് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പോവാണ്. അവർക്ക് ഇച്ചിരി ഇങ്ങനെ ഒന്ന് കാറ്റ് കിട്ടട്ടെ. സോ ലെറ്റ്സ് ഗോ. കുറച്ച് ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്യാം. ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. നിങ്ങൾ റേറ്റ് ചെയ്യുക, ഏത് ഡ്രസ്സ് കൊള്ളാമെന്നും ഏത് ഡ്രസ്സ് കൊള്ളില്ലെന്നും നിങ്ങൾ റേറ്റ് ചെയ്യുക. സോ നിങ്ങൾ റേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും ഞാൻ ഡ്രസ്സ് വെച്ചേക്കണോ റിട്ടേൺ അടിക്കണോ എന്നുള്ളത്. ലെറ്റ്സ് ഗോ ആൻഡ് ഡു ഇറ്റ്. ഇല്ല മോൾ പാലൊക്കെ കുടിച്ച് റെഡിയാണ് എൻ്റെ കൂടെ വരാൻ. തലയിലിട്ടേക്കുന്ന ബോ കണ്ടോ നിങ്ങൾ? ചിച്ചു കഴിക്കാതെ പോയി. ചിച്ച് പുള്ളിക്കത് പാവം കേട്ടോ, ഉറങ്ങാറായി കേട്ടോ. അവളെ മുഖം കവർ ചെയ്യാൻ വേണ്ടി കവറുണ്ട്. നമുക്ക് പോയി ടാറ്റ പോയിട്ട് വന്നാലോ? 1/2 മണിക്കൂറിൻ്റെ അകത്ത് നീ വരണോ പൊന്ന്? ഞാൻ വരാമെന്ന്. ജുഡി ഒങ്ങിക്കോ. അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡിയാണ്. നല്ല ചൂട് കപ്പയും ബീഫ് കറിയും. ലിയ എന്താ കഴിക്കാൻ വേണ്ടി ആക്രാന്തം തൊട്ട് വാ തുറന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കഴിച്ച് നോക്കട്ടെ ബീഫ് ആൻഡ് കപ്പ എങ്ങനെയുണ്ട് എന്ന്. കൊള്ളാം യോജി പോലെ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. താങ്ക് യു. അങ്ങനെ നീല മോളെ കാറി കയറ്റി. ഇനി ഞാൻ എന്താ പോയി ഫ്രണ്ട് സീറ്റ് ഇരിക്കാൻ പോവാണ്.
കോമഡി എന്താണെന്ന് വെച്ചാൽ ആക്രാന്തം കൊണ്ട് ഫുഡ് കഴിച്ച് ഉടുപ്പ് ഒരു അഴുക്കായി കപ്പയും മീൻകറിയും. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ് വാസ് സോ ഗുഡ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എൻ്റെ ഹസ്ബൻഡ് കുക്ക് ചെയ്യാൻ അറിയാമെന്നുള്ളതുകൊണ്ട്. സോ ഇങ്ങനെ കറങ്ങി നടക്കുക. ഇത് നമ്മുടെ ഒരു സ്പാ ഏരിയ ആണ്, സഹാറ സ്പാ എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ അവരുടെ കയ്യിൽ ലുലു ലെമൺ എന്ന് പറഞ്ഞ പ്രോഡക്റ്റും ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. ഈ ലെഗിങ്സ്, ജീൻസ്, ജോഗേഴ്സ്, ഇതേപോലത്തെ കുറേ സാധനങ്ങളുണ്ട് അവരുടെ കയ്യിൽ. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഷോപ്പ് ചെയ്യും. ഇച്ചിരി റേറ്റ് കൂടുതല, എന്നാലും കുറേ നാൾ ക്വാളിറ്റി ഉണ്ടാവും. ഇത് നല്ല ലാസ്റ്റിംഗ് ആണ്. ഇവിടെ മെൻ കളക്ഷൻ ഇച്ചിരി കുറവാണ്. ബട്ട് ഞാനും മോളും ഇവിടെ ആൾക്കാർ കുറവായതുകൊണ്ട് നമ്മൾ പീസ്ഫുള്ളായിട്ട് ഷോപ്പ് ചെയ്ത്. അങ്ങനെ ആദ്യത്തെ കടയിൽ കയറിയപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് മോളെയും കൊണ്ട് ഷോപ്പ് ചെയ്ത്. കാരണം എനിക്കറിയാവുന്ന കുറേ പേര് അവിടെ ഉണ്ട്. അപ്പോൾ അധികം സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഷടപടയെന്ന് ഞാൻ ഷോപ്പ് ചെയ്ത് ഇറങ്ങി. പക്ഷേ ഞാൻ എന്തായാലും ഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഞാൻ എന്താണ് മേടിച്ചത്. അപ്പോൾ യോജി റേറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ മേടിച്ച ഡ്രസ്സ്. ഇനി അടുത്തത് ഞാൻ അടുത്ത കടയിൽ കയറി സാധനം മേടിച്ചു. ലുലു ലെമൺ എന്ന് പറഞ്ഞ് എനിക്കിടാൻ പറ്റിയ കുറച്ച്, ഇവിടെ ഭയങ്കര ചൂടാണ്, നാട്ടിൽ വന്നാൽ അതിൻ്റെ അപ്പുറം ചൂടാണെന്ന് എനിക്കറിയാം. സോ ഇടാൻ വേണ്ടി ഞാൻ 2-3 ഷർട്ടും നിക്കറും മേടിച്ചായിരുന്നു, ഷോർട്ട്സും. കാരണം ഞാനിപ്പോഴേ വീർക്കുകയാണ്, നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. സോ AC ഇട്ടേക്കുവാ ഞാൻ, എന്നിട്ടും വീർക്കുക. അപ്പോൾ വീട്ടിൽ പോയി നമുക്ക് ബാക്കി ഡ്രസ്സ് ഇട്ട് റേറ്റിംഗ്. അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ കുറച്ച് റെഡി ആയിട്ടുണ്ട്. മുടിയൊക്കെ ഒന്ന് സെറ്റായി വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ യോജിയാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന ഔട്ട്ഫിറ്റ് ഡ്രസ്സ് റേറ്റ് ചെയ്യാൻ പോകുന്നത്. മോളുടെ ഡ്രസ്സും ഒന്ന് മാറ്റിയായിരുന്നു, അവൾ ചെറുതായിട്ടൊന്ന് കാര്യം സാധിച്ചായിരുന്നു. സോ അപ്പോൾ റേറ്റിംഗ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇതാണ് ഔട്ട്ഫിറ്റ് നമ്പർ 1. ഓക്കെ. ഫ്രണ്ട് ബാക്ക് ഞാൻ ഷ്രഗ് പോലെ സാധനം ഇട്ടേക്കുക. എന്താണ് അഭിപ്രായം? സ്ക്രീൻ ഓഫ് ആയി പോയോ? സ്ക്രീൻ ഓഫ് ആയി. ഓക്കെ. ഇത് should I keep it or return it? നീ വേണം പറയാൻ. Okay, can keep that. Keep it, okay. 8 on 10. ആ 2 പോയിന്റ് എങ്ങനെയാ പോയത്? I don't know. നീ കണ്ണെടുത്ത് വെച്ചിട്ട് ഓക്കെ. 2 പോയിന്റ് എവിടെയാ പോയത്? 2 പോയിന്റ് എവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പറഞ്ഞോ? എനിക്ക് ഷ്രഗ് ഇഷ്ടപ്പെട്ടില്ല. ഷ്രഗ് ഇഷ്ടപ്പെട്ടില്ല? ഇല്ല. ഓക്കെ, ഷ്രഗ് ഇല്ലാതെ ഇതാണ് ടാഗ് കൊണ്ട് ഷ്രഗ് ഇല്ലാതെ ഇതാണ് നിനക്ക്. ഓക്കെ, that's good. കളാവോ? ഫുൾ കളല്ലേ? ഇച്ചിരി വയറെടുപ്പൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല അല്ലേ? കുറച്ച് കഴിഞ്ഞ് എന്തായാലും ഇതൊക്കെ കുറയും. It's good. ഇതേപോലത്തെ ഒരു ശുണ്ടരി മോളുള്ളപ്പോ വയറിച്ചിരി ഉണ്ടെങ്കിൽ എന്താ? ഞാൻ അടുത്ത ഡ്രസ് പോയി ട്രൈ ചെയ്തിട്ട് വരാം. Yes. ഇതാണ് ഔട്ട്ഫിറ്റ് നമ്പർ 2. ഇതിന്റെ കൂടെ വേണമെങ്കിൽ ആ ഷ്രഗ് ഇടാം. ആ ഷ്രഗ് ആദ്യമേ റിട്ടേൺ ചെയ്യണം. അത് ഇഷ്ടപ്പെട്ടില്ല. ഇത് കുഴപ്പമില്ല, നല്ല കംഫി ഫിറ്റ് ആണ്. ചൂടില്ല. ഇല്ല, ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാ. ഞാൻ ആദ്യം ചൂടായിരിക്കുന്ന കരുതിയത്. പക്ഷെ ഇതാണ് ഔട്ട്ഫിറ്റ്. ഒരു ചിയ ഒരു പിന്നെയും കണ്ണടത്തേക്ക്. Nine on 10 ആണ് ഗൈസ് രണ്ടാമത്തേന് തന്നിരിക്കുന്നത്. ആ ഒരു പോയിന്റ് എവിടെ പോയി? ഒരു പിന്നെ കംപ്ലീറ്റ് പോയിന്റ് അറ്റ്ലീസ്റ്റ് ഓണസ്റ്റ് ആണ് ഗൈസ്. ഓണസ്റ്റ് മലയാളത്തിൽ എന്താ പറയുന്നത്? സത്യസന്ധത എന്തോ സംഭവമാണ്. എന്തായാലും ഓണസ്റ്റ് ആയിട്ട് ഒപ്പീനിയൻ പറയുന്നുണ്ട്. സോ ഇതാണ് രണ്ടാമത്തെ ഔട്ട്ഫിറ്റ്. സോ ഇതാണ് മൂന്നാമത്തെ ഔട്ട്ഫിറ്റ്. കളറോ? ഓ അത് കൊള്ളാം. കളറോ? ഈ കളർ എനിക്ക് ചേരും, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്റെ ഉടുപ്പിന് മാച്ചിങ്. നമുക്ക് ഇത് ഏതെങ്കിലും ഒരു ദിവസം ഇടാം. കളർ ചേരുന്നുണ്ടോ? എത്ര പോയിന്റാ കണ്ണടയ്ക്കാൻ? ഓ 9 on 10. ഏത് ഒരെണ്ണം കിട്ടുന്ന കേട്ടോ. 12 ഇട്ടേക്ക്. ഇതാണ് അടുത്ത ഔട്ട്ഫിറ്റ്. പാന്റും ടോപ്പാണ്. എന്താണ് അഭിപ്രായം?
കീപ് ഇറ്റ് ഓർ റിട്ടേൺ ഇറ്റ്? തുറക്കട്ടെ? Yeah. ഓ 7 out of 10 ഉള്ളൂ. എന്താ കുറഞ്ഞ 3 പോയിന്റ്? എനിക്കറിയത്തില്ല, എനിക്ക് ഇതൊന്നും നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഷൂട്ട് ആവുന്നില്ല. റിട്ടേൺ വേണമെങ്കിൽ റിട്ടേൺ ചെയ്യോ, റിട്ടേൺ ചെയ്യാല്ലേ? ലൈക്ക് മറ്റേ ഉള്ള ഡ്രസ്സിനേക്കാളും ഇച്ചിരി കുറച്ചുകൂടെ പുറമോട്ട് നിൽക്കുന്ന ഡ്രസ്സ് എന്നാണ് എനിക്ക് തോന്നിയത്. ആണല്ലേ? ഓക്കെ, അതിന്റെ ഇഷ്ടം. കീപ്പ് ചെയ്യണം, കീപ്പ് ചെയ്യാം. അല്ല ഇതെനിക്ക് ഇടാൻ ഇച്ചിരി ചൂടാണ്. അപ്പൊ ഇത് ചിലപ്പോ റിട്ടേൺ ആയിരിക്കും ഗൈസ്. റെഡി. അടുത്ത ഡ്രസ് ഇങ്ങനെയുണ്ട്. നിനക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ചേരുന്നത്. ഇതാണല്ലേ ചേരുന്നത്? ഇതാണ് അടുത്ത ഡ്രസ് ഗൈസ്. എന്താണ് അഭിപ്രായം? എത്രയാ? 9 on 10. ഓക്കെ, അത് നല്ലൊരു സ്കോറാണ്. ഏതെങ്കിലും ഒരെണ്ണത്തിന് 10 തരണം കേട്ടോ. ആലോചിക്കട്ടെ. അടുത്തത് പോയി ട്രൈ ചെയ്തു. ഇതാണ് അടുത്ത ഔട്ട്ഫിറ്റ്. ഷ്രഗ് ഇടാതെ ഇടാം. ഞാൻ ഷ്രഗ് ഇട്ടേക്കണെന്ന് വെച്ചാല് എന്റെ കയ്യില് സ്ട്രാപ്ലെസ് ബ്രാ ഇല്ല, ഒന്നും കേറുന്നതില്ല. അപ്പൊ ഇതാണ് ഡ്രസ്. എന്താണ് അഭിപ്രായം? കൊള്ളാവോ? പുറത്തു പോകുമ്പോഴത്തേക്കും മറ്റേ സ്ട്രാപ്ലെസ് ബ്രാ ഒന്നും മേടിച്ചിടാൻ പറ്റും. തൽക്കാലത്തേക്ക് ഇട്ടിട്ടില്ല. എന്താണ് അഭിപ്രായം? ഷ്രഗ് വേണോ വേണ്ട? ഷ്രഗ് ഉള്ളതാണോ ഇല്ലാതെയാണോ? നല്ലത്. ഓക്കെ, റേറ്റിംഗ് ചെയ്തത് നോക്കുന്നില്ല. 8 on 10. ഓക്കെ, കുഴപ്പമില്ല, നല്ലൊരു സ്കോർ. എന്തായാലും ഒന്നും 5 താഴെ പോയിട്ടില്ല. ഇതാണ് അടുത്ത ഔട്ട്ഫിറ്റ്. ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ 3 ഷ്രഗ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയും വണ്ണം കുറെ കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടായിരിക്കാം ഒരു ചെറിയൊരു മടി ഇങ്ങനത്തെ ഡ്രസ്സിടാൻ. ബട്ട് ഷ്രഗ് വേണോ? ഷ്രഗ് വേണ്ട. നാട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ഷ്രഗ് ആക്ച്വലി ഈ ഷ്രഗ് എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ പാല് കൊടുക്കുമ്പോഴത്തേക്കും അതാകുമ്പോഴത്തേക്ക് അത്ര അറിയത്തില്ല. അതിന് വേണ്ടിട്ട് വേണമെങ്കിൽ വെച്ചേക്കാം അല്ലേ? അപ്പൊ അതിന് വേണ്ടിട്ട് വേണമെങ്കിൽ വെച്ചേക്കാം. പക്ഷേ ഇതാണ് ഷ്രഗ്, പക്ഷേ ഇതാണ് ഔട്ട്ഫിറ്റ്. What do you think? It's good. ഷാരൂഖ് കാണും കേട്ടോ. Should I keep it? Yeah. Okay, rating എത്രയാ നോക്കട്ടെ? 9 by 10. Okay, perfect. ഇതാണ് അടുത്ത ഔട്ട്ഫിറ്റ്. That's good. അതുകൊള്ളാം. Hello. Keep it? Yeah. Okay, rating എന്ന് പറഞ്ഞാൽ ലുലുലെമനോ? ഉടുപ്പ് ലുലുലെമന്. കാരണം ഞാൻ മോളെ കൊണ്ട് ലുലുലെമന് പോയായിരുന്നു. പാന്റ് അല്ലാതെ കംഫി ഫിറ്റാ. എന്താണ് അഭിപ്രായം? 9.5. 9.5 ഉണ്ടോ അതിന്? ഗൈസ്, ഒരു നല്ല റേറ്റിംഗ് തന്നേക്കാണ്. ആദ്യമായിട്ട് 9.5 10 കിട്ടിയിട്ടില്ല, എന്നാലും 9.5 കിട്ടിയിട്ടുണ്ട്. ബട്ട് യാ, ഇതാണ് ഒരു ഔട്ട്ഫിറ്റ്. ഒരു ഔട്ട്ഫിറ്റും കൂടെ ഉള്ളൂ. സേവിങ് ബെസ്റ്റ് ലാസ്റ്റ് ഒന്നും ഇല്ല, ലാസ്റ്റ് അതായി പോയെന്നേ ഉള്ളൂ. ഇതാണ് ലാസ്റ്റ് ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? ഇച്ചിരി ഒരു ഓൾഡ് മണി ലുക്ക് അല്ലേ? ഓൾഡ് ഫാഷൻ ലുക്ക്. ഇഷ്ടപ്പെട്ടോ? റേറ്റിംഗ് എത്രയാ? 9.5. ഇത് 9.5. എനിക്ക് ഒന്നിനും 10 തന്നിട്ടില്ല ഗൈസ്. ബട്ട് 10 ഓവറായി പോ. അല്ലല്ലേ? ഓക്കെ ചേട്ടാ, ഓക്കെ ചേച്ചാ, ആൾക്കാരെ വെറുപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ എന്തായാലും ഇതെല്ലാം ഔട്ട്ഫിറ്റ് ഗൈസ്. സോ എനിക്ക് പറയാനുള്ള മെസ്സേജ് എന്ന് വെച്ചാല്, നമുക്ക് എന്തായാലും ഒരു ബേബിയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഡ്രസ്സ് പണ്ടത്തെ കയറത്തില്ലായിരിക്കാം. അതിന് 1-2 വർഷത്തിനകത്ത് എല്ലാവർക്കും കയറേണ്ടതാണ്, അല്ലെങ്കിൽ ചില പേർക്ക് കയറത്തില്ലായിരിക്കാം. ബട്ട് എൻ്റെ മെസ്സേജ് എന്ന് വെച്ചാൽ, നമുക്ക് കയറാത്ത ഡ്രസ്സിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ വിഷമിക്കുന്നതിനേക്കാളും നല്ലത് ജസ്റ്റ് സൈസ് അപ്പ്. നമുക്ക് ബേബി എന്തായാലും കുറേ വർഷം ഇതേപോലെ ചെറുതായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ അതുവരെ നമ്മൾ മാക്സിമം നമുക്ക് കയറുന്ന ഡ്രസ്സ് മേടിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക. ആ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഇതും ഓർമ്മ കാണത്തില്ല. നമുക്ക് പിന്നെ പതുക്കെ ജിമ്മിൽ പോയിട്ടാണെങ്കിലും ഡയറ്റ് ചെയ്തിട്ടാണെങ്കിലും വെയിറ്റ് കുറയ്ക്കാം. ഇപ്പൊ നമുക്ക് മെയിൻലി നമ്മുടെ ബേബിയുടെ കാര്യം നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് മദേഴ്സ് ഡേന് വേണ്ടിയിട്ട്. സോ ഇഫ് ഇറ്റ് ഡസന്റ് ഫിറ്റ്, സൈസ് അപ്പ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ വ്ലോഗ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. മോളോടും ബൈ ബൈ പറഞ്ഞു. അവൾ ഉറക്കാണ്, സ്കൂളിലാണ്. സോ ബൈ.